പിതാവും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോയമ്പ് കാലങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പം ബൈബിൾ പഠനത്തിലേക്ക് ഓരോ ചാപ്റ്ററായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ന് പഴയ നിയമം നമ്മൾ 11-ാം അധ്യായം, ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. അബ്രാഹാമിനെ ആദ്യം ദൈവം വിളിച്ച അവസ്ഥയിൽ 12 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ അബ്രാഹത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ടുള്ളതെല്ലാം തന്നെ ചരിത്രപരമാണ്, അതെല്ലാം ചരിത്രമുള്ളതാണ്, ലിഖിത രൂപത്തിലുള്ളതാണ്. അപ്പോൾ 12 മുതൽ 50 വരെയുള്ള ഉൽപ്പത്തി അധ്യായങ്ങൾ നമ്മുടെ ഗോത്രപിതാക്കന്മാരുടെ ചരിത്രമാണ് പറയുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ മകൻ യോസഫ്. അപ്പോൾ ഈ പിതാക്കന്മാരുടെ, പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് പറയുന്നത്. ഈ ചരിത്ര ലിഖിതമാണ്. അതിന് മുൻപുള്ളത് നേരത്തെ നമ്മൾ പഠിച്ചു. അത് യുഗങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. യുഗാരംഭം അവിടെ ചരിത്രമില്ല. പ്രീ ഹിസ്റ്ററിക്കൽ വേർഷൻസ് ആണ് അതൊക്കെ. അപ്പോൾ നമ്മളിത് ഇവിടെ പറയുമ്പോൾ നമ്മൾ 11-ാം അധ്യായത്തിൽ കണ്ടു അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. ദൈവം വിളിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അതുവരെ ഒരു ബന്ധവും ഇല്ലായിരുന്നല്ലോ അബ്രഹാമിന്. അബ്രഹാമാണെങ്കിൽ അബ്രഹാമിൻ്റെ പിതാവ് തേരഹ് വിഗ്രഹങ്ങളുണ്ടാക്കി വിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അബ്രഹാമും ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ. അവർ വിഗ്രഹ ആരാധകർ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ആ സെമിറ്റിക് വേൾഡ്, അതായത് അപ്പോൾ ഈജിപ്തിന് ഇപ്പുറം ഇങ്ങോട്ട് കിഴക്കോട്ട് ഏതാണ്ട് ഇറാൻ വരെയും ആ ഉള്ള പ്രദേശങ്ങൾ സെമിറ്റിക് വേൾഡ് ആണ് പറയുന്നത്. ആ സെമിറ്റിക് സംസ്കാരമാണ്. അവിടെ പല ദൈവങ്ങളും ദേവതകളും ദേവന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പുരാണങ്ങളുണ്ട്. ആ പുരാണങ്ങളിൽ പറയുന്ന കഥ അല്ല ശരിയായിട്ടുള്ളത്. അത് വെറും കഥയാണ്. ഒരുപാട് ദൈവങ്ങളും ഒരുപാട് ദേവന്മാരും ഒന്നും ഇല്ല. സൃഷ്ടി അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയതല്ല. യഥാർത്ഥ ദൈവം, ഏക ദൈവമാണ് സൃഷ്ടി നടത്തിയത്. അത് യഹോവയായ ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് സൃഷ്ടി നടത്താനായിട്ട് യാതൊരുത്തരുടെയും സഹായം ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റ് പുരാണങ്ങളിൽ കാണുന്നത് അങ്ങോട്ട് പലരുമായിട്ട് ഉള്ള സൃഷ്ടിയാണ്. അതിൽ അവർ ശാരീരിക ബന്ധത്തിലൂടെ പല ദൈവങ്ങളും മനുഷ്യരൊക്കെ ഉണ്ടാകുന്നു, പലതും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതൊക്കെ ഒരുതരം മോശമായിട്ടുള്ള ഒരു വിവരണമാണ്. അങ്ങനെയുള്ള ഒരു വിനോദം പോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. ആ ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്നുള്ളതാണ് ഗ്രന്ഥകാരൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഇത് കാണുന്നു. 11 മുതൽ ഇങ്ങോട്ട് 12 മുതൽ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അപ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനെയുള്ള അബ്രഹാത്തിനെ ഈ സമയത്ത് വിളിക്കുന്നത്? ദൈവത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല. പക്ഷേ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്, ആവർത്തിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് എപ്പോഴും മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാൻ ആണ് ഇഷ്ടം. മനുഷ്യനുമായിട്ട് ഇടപഴകി ജീവിക്കുക ദൈവം അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലാതെ പുരാണങ്ങളിൽ കാണുന്ന, ഇവിടെ ഗ്രന്ഥകർത്താവ് പറയുന്നത്, ബൈബിൾ ഗ്രന്ഥകർത്താവ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് പുരാണങ്ങളിൽ പറയുന്നത് പോലെ ആ രാജ്യങ്ങൾ, സെമിറ്റിക് വേൾഡിലെ മറ്റ് രാജ്യങ്ങൾ, അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് ഓരോ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. ദൈവത്തിന് ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? ദൈവത്തെ സേവിക്കാൻ, ബലിയർപ്പിച്ച് പ്രീതിപ്പെടുത്തി വേണം മനുഷ്യൻ ജീവിക്കാൻ.
ആ ബലിയർപ്പണത്തിന് വേണ്ടിയാണ്. ദൈവം ചെയ്യുന്നത്, ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ക്രോധങ്ങളുമൊക്കെ അവർ സഹിച്ച് ജീവിക്കണം. ഇതാണ് ആ പുരാണങ്ങൾ കാണുന്നത്. മനുഷ്യനൊരു പ്രതികരിക്കുന്നതിനോ അത് ചോദ്യം ചെയ്യുന്നതിനോ ചോദിക്കുന്നതിനോ ഉള്ള ഒരു ഒരു ചോയ്സ് ഇല്ല, അതിൻ്റെ ഒരു ചാൻസ് ഇല്ല. അതാണ് ആ പുരാണങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അത് ശരിയല്ല. ദൈവം മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കുന്നു, ഏറ്റവും ഇഷ്ടപ്പെടുന്നു, മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് ഇവിടെ ബൈബിളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അബ്രഹാമിനെ വിളിക്കുന്നത് ദൈവവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഏർപ്പെട്ടിരുന്നത്. കാരണം ഒരു ദൈവമേ ഉള്ളൂവെങ്കിലും പല ദൈവത്തെ ആരാധിക്കുകയും അവയുടെയൊക്കെ വിഗ്രഹങ്ങൾ, സൃഷ്ടവസ്തുക്കളുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്ന ആളാണ്. ധാരാളം സമ്പത്തുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ. അപ്പോൾ ദൈവത്തിന് തന്നെ സൃഷ്ടാവായ തന്നെ മറന്ന് തന്നെ വിട്ട് കളഞ്ഞിട്ട് താൻ സൃഷ്ടിച്ച വസ്തുക്കളുടെ ബിംബങ്ങളും അതുപോലെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന മനസ്സിൽ ഭാവനയിൽ ഉണ്ടാക്കുന്ന മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്ന ആ വിഗ്രഹങ്ങളെയും അവൻ തന്നെ ദൈവമായിട്ട് സങ്കല്പിച്ച് തന്നെക്കാളും തനിക്കും എല്ലാ ജനതകൾക്കും ഉപരി സർവശക്തിയുള്ളതാണെന്ന് സങ്കല്പിച്ച് അതിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് അത് ഇഷ്ടപ്പെടുകയില്ല. അത് ശരിയല്ലല്ലോ, നന്ദികേടും നെറികേടുമല്ലേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ജനതയെ, അതിന് ദൈവത്തെ അറിയുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുത്ത് ആ ജനതയിൽ കൂടി മറ്റ് ജനതകൾക്ക്, അതായത് മാനവകുലത്തിന് മൊത്തത്തിൽ ദൈവത്തെ പറ്റിയുള്ള വെളിപാട് ഉണ്ടാകണം, തിരിച്ചറിവ് ഉണ്ടാകണം. അങ്ങനെ ദൈവത്തിലേക്ക് അവർ എല്ലാവരും വരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചിട്ട് അത് ഒരു സ്വന്തമായിട്ട് ഒരു ജനതയെ അബ്രഹാമിൽ കൂടി പിന്തുടർച്ചയായിട്ട് മറ്റുള്ള പിതാക്കന്മാരിലൂടെ ഒക്കെ ഒരു ജനതയെ വാർത്തെടുക്കുക, സ്വന്തമായ ഒരു ജനതയെ. അപ്പോൾ അവരെ പരിപാലിച്ച് രക്ഷിച്ച് നടത്തിക്കൊണ്ട് പോകുക. അവരുമായിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അവരെ ഏറ്റവും കരുതലോടെ നടത്തുക. ഇതാണ് ദൈവം അബ്രഹാത്തിനെ വിളിക്കാനുള്ള കാരണം. അപ്പോൾ ആ ഒരു ജനതയെ രൂപപ്പെടുത്തണം, ഒരു സമൂഹത്തെ. മറ്റുള്ള അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിനെ സേവിക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യൻ്റെ കൂടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ദൈവം അറിയുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അതിനും കൂടിയാണ്. മറ്റു പുരാണങ്ങളിൽ പറയുന്നത് പോലെയല്ല. അപ്പോൾ അവൻ്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തിന് അറിയാം. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അവൻ ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ ദൈവത്തിനും അവരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെയാണ് ദൈവം അബ്രഹാത്തിനെ വിളിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതാണ്. അപ്പോൾ ആ ഒരു ജനസമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കണം. അത് അബ്രഹാത്തിലൂടെ സാധിക്കാനാണ്. അങ്ങനെ ഇത് കണ്ട് മറ്റ് ജനതകളും പറയണം, അവരുടെ ദൈവം അവരെ പരിപാലിക്കുന്നത് കണ്ടോ, അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്, അവരും എപ്പോഴും ദൈവത്തോടൊപ്പം ഉണ്ട്. മറ്റ് നമ്മുടെ പുരാണങ്ങളിൽ കാണുന്ന ദൈവത്തെ പോലല്ല അവരുടെ ദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. അപ്പോൾ അത് കണ്ട് ആ ദൈവത്തെ അവർ സേവിക്കണം. അപ്പോൾ ദൈവത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി ജനതകൾ, കാരണം കർത്താവ് ഒരുപാട് ദൈവം കാത്തിരുന്നു, അവരൊന്നും തിരിഞ്ഞു വരുന്നില്ല, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ സൃഷ്ടവസ്തുക്കളെ ബിംബങ്ങളുണ്ടാക്കി ആരാധിക്കുകയാണ്, ജീവനില്ലാത്തവയെ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. എന്നിട്ട് ഇവരെ എന്തിനാണ് ഇസ്രായേൽ എന്നുള്ള ഒരു സ്ഥലം, രാജ്യം ഉണ്ടാക്കുക? ഈ ജനതയുടെ പേരും ഇസ്രായേൽ എന്നാക്കി മാറ്റുന്നുണ്ട്. നമ്മൾക്ക് പിൽക്കാലം ഇങ്ങോട്ടുള്ള ഈ 50 അധ്യായം വരെയും നമുക്ക് അത് കാണാം. അപ്പോൾ ആ ഇസ്രായേലിനെ അപ്പോൾ മനുഷ്യ ഒരു കൂട്ടം തന്നെ, ഒരു ജനത തന്നെ മറ്റ് ജനതകൾക്ക് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ്.
അപ്പോൾ ഈ ഇസ്രായേലിനെ എവിടെയാണ് ദൈവം സ്ഥാപിക്കുന്നത്? ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈജിപ്തിന് കിഴക്ക് ഇങ്ങോട്ട് ഇറാൻ വരെയുള്ള സ്ഥലങ്ങളായിരുന്നു അന്നത്തെ ഈ സെമിറ്റിക് വേൾഡ്. ഈ കാനാൻ പ്രദേശമെന്ന് പറയുന്നതും ഏതാണ്ട് ഇറാഖ് ഇങ്ങോട്ടൊക്കെ വരും. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളെല്ലാം തെക്ക് അറേബ്യ വരേക്കും എല്ലാം നീണ്ടു കിടന്ന ഒരു വലിയ വിശാലമായ പ്രദേശമാണ് ഇസ്രായേൽ എന്നുള്ള ആ രാജ്യം. അപ്പോൾ അതിങ്ങനെ ദൈവം രൂപപ്പെടുത്തിയെടുത്ത ഒരു ജനതയാണ് ഇസ്രായേൽ. അങ്ങനെ ദൈവം തന്നെ നയിക്കുന്നതാണ്, ദൈവം തന്നെയാണ് അതിൻ്റെ ഉടയൻ, ദൈവം തന്നെയാണ് ഭരണകർത്താവ്, ദൈവം തന്നെയാണ് അവരുടെ വഴികാട്ടി. നമുക്ക് ഇങ്ങോട്ടുള്ള ഇത് അധ്യായങ്ങളിലൊക്കെ കാണാം. അപ്പോൾ ഇവരെ എന്തിനാണ് ആ സ്ഥാനത്തോട്ട് ആക്കിയത്, കാനാൻ ദേശത്തോട്ട് ആക്കിയത്? ഈ അവന് കാനാൻ ദേശം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ആക്കിയത്? അതിനും ഉത്തരമുണ്ട്, ബൈബിളിലുണ്ട്. അത് ലോകത്തിൻ്റെ മധ്യസ്ഥാനമാണ് ആ പ്രദേശം. ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമാണ്. ഇടയ്ക്ക് ചെറിയ മരുഭൂമികൾ, പീഠഭൂമികളെല്ലാം ഉണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. എന്നാലും മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമാണ്. ലോകത്തിൻ്റെ മധ്യസ്ഥാനമാണ്. അവിടെ വേണം ഈ ജനതയെ, തൻ്റെ സ്വന്തം ജനതയെ അധിവസിപ്പിക്കാനും. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റുള്ള ജനതകൾ അറിയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലേക്കൂടാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകാനുള്ള പ്രധാന പാതകളെല്ലാം അവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ എവിടുന്ന് സഞ്ചരിച്ചാലും ജനതകൾ അവിടെ എത്തും. അപ്പോൾ അവരെല്ലാവരും നോക്കണം, ഈ ജനത ഇത്രയും വളരെ സമ്പന്നമായിട്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ആരാധനാപരമായിട്ടും എല്ലാം അവർ വളരെയധികം പുരോഗമിച്ചിരിക്കുന്ന ഈ ജനത ഏതാണ്? അവർക്കൊരു നാശവും ഒരിക്കലും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ജനതകൾ അവർ അസൂയപ്പെടണം, അവരന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അവർ ദൈവത്തിലേക്ക് തിരിയണം. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇസ്രായേൽ ജനത രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണുള്ളത്, തങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല, ദൈവം അതെല്ലാം ക്ഷമിച്ച് തങ്ങളെ വഴി നടത്തിക്കൊള്ളും. അപ്പോൾ മറ്റുള്ളവരെല്ലാം മോശപ്പെട്ടവരായിട്ട് കരുതി, അവരുമായിട്ട് ഇടപഴകാൻ കൊള്ളരുതാത്ത, സംസർഗം ചെയ്യാൻ പറ്റാത്ത ഒരു ജനതയായിട്ട് ഈ യഹൂദ ജനത, ഇസ്രായേൽ ജനത അന്ന് കരുതി. അവരെല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ മാറുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവം വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിലും ഇതുതന്നെയാണ്. നമ്മളെ എന്തിനു വിളിച്ച് മാറ്റി നിർത്തി നമ്മളെ ദൈവത്തിൻ്റെ ശിഷ്യരായിട്ട്, കർത്താവിൻ്റെ ശിഷ്യരായിട്ട് മാറ്റി നിർത്തി. ഇവിടെ ഈ ജനതകൾ ചെയ്തതുപോലെ, ഈ യഹൂദ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ചെയ്തതുപോലെ തങ്ങൾക്ക് ഇഷ്ടം പോലെ, തോന്നിവാസം പോലെ ജീവിച്ചാൽ ദൈവം സഹിച്ചുകൊള്ളും, ക്ഷമിച്ചുകൊള്ളും എന്നുള്ള ആ ചിന്താഗതി ഇന്ന് നമ്മുടെ സമൂഹത്തിലുമുണ്ട്, നമ്മളിലുമുണ്ട്. നമ്മൾക്കെങ്ങനെയും ജീവിക്കാം. അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് പല രീതിയിലും പലരും അനുഭവിക്കുന്നത്, കാണുന്നത് പല ദേശത്തും. പ്രകൃതി തന്നെ തിരിഞ്ഞു പോകുന്നതും അതുകൊണ്ടാണ്. ദൈവം വിചാരിച്ച രീതിക്കല്ല. ദൈവം അവരെ പല ഭാഗത്തും പലയിടത്തും പലപ്പോഴും ശിക്ഷിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും അടിമകളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അടിമകളായിട്ട് അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ജനത, കർത്താവ് എപ്പോഴും പഴയ നിയമത്തിൽ പലപ്പോഴും പറയുന്നുണ്ട്, ദുശാഠ്യ ജനതയാണ്, ദുശാഠ്യക്കാരാണ്, ദുശാഠ്യം നിറഞ്ഞവരാണ് എന്ന്. അപ്പോൾ കർത്താവ് അവരുടെ കാര്യങ്ങളെല്ലാം, അവരുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കുന്നുണ്ട് അവർ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ. അപ്പോൾ ദൈവം ഉദ്ദേശിച്ച കാര്യം ഇവരെ കൊണ്ട് മറ്റുള്ളവർ തിരിച്ചു വരണമെന്നാണ്. പക്ഷേ അവരിൽ നിന്നെല്ലാം അകന്ന്, അവരെയെല്ലാം അകറ്റി, അവർ മോശപ്പെട്ടവരെന്നുള്ള നിലയിൽ എല്ലാ ജനതകളെയും അകറ്റി നിർത്തിയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാകുന്നില്ല. അപ്പം ഞാൻ അബ്രഹാമിനെ വിളിച്ച് ഈ കാര്യം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ
ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പം ഇവരവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ദൈവത്തോട് ചോദിച്ചറിഞ്ഞ് ജീവിച്ചിരുന്നുവെങ്കിൽ മറ്റ് ജനതകളും ദൈവത്തെ അറിഞ്ഞ് അവിടെ ജീവിച്ചേനെ. അവരറിഞ്ഞേനെ, അവർ ഭയപ്പെട്ടേനെ ദൈവത്തെ, അവർ ദൈവത്തെ സ്നേഹിച്ചേനെ. അത് ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോഴവർക്ക് സാധിച്ചിട്ടില്ലെന്നല്ല, അന്നും സാധിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അവരുടെ ഇസ്രായേലിൽ അവരെ ഏറ്റവും വെറുക്കുകയും ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന മുസ്ലിം ജനതകൾ തന്നെ അവിടെ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. അവർക്കവിടെ ജോലിയുണ്ട്. ദ്രോഹിക്കുമ്പോഴല്ലേ കുഴപ്പം വരുന്നത്. അത് വളരെ ക്രൂരമായ രീതിയിൽ ദ്രോഹിക്കാൻ ചെല്ലുമ്പോൾ, അല്ലാതെ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അവർക്ക് ആ മാറ്റമുണ്ട്. എല്ലാവരും ദൈവത്തെ അറിയണം അവരിൽ കൂടെ എന്നുള്ളത് അത് ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. അതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മുടെ ഈ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ എന്തെല്ലാം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബൈബിളിൻ്റെ ഇസ്രായേലിൻ്റെ ഏകദേശം ഒരു അബ്സ്ട്രാക്റ്റ് ഫോമാണ് അവിടെ പറയുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. എന്തിനാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ച് വേറെ ലോകത്തിൻ്റെ പല ഭാഗത്തും അവർ കൊടുക്കാറുണ്ട്. ഈജിപ്തിലെ ഫലഭൂയിഷ്ടമായ സമതല പ്രദേശങ്ങൾ എല്ലാത്തിനും യോജിച്ച ഒരു പ്രദേശമായിരുന്നു, രാജ്യമായിരുന്നു. എന്നിട്ട് അവിടെ എന്താ കൊടുക്കാഞ്ഞത്, ഇവിടെ വന്നത് ഇവിടമാണ് ലോകമധ്യസ്ഥാനം. എല്ലാ ഭാഗങ്ങളിലേക്കുള്ള പാതകൾ അവിടെയാണ് കൂട്ടിമുട്ടുന്നത്. അവിടെ തിരിയും, അവിടെ തിരിഞ്ഞേ പറ്റത്തുള്ളായിരുന്നു അന്ന്. അപ്പോൾ ഇനി നമുക്ക് 12-ാം അധ്യായമാണ് പറയുന്നത്. അപ്പോൾ അബ്രഹാത്തെ വീണ്ടും 11-ാം അധ്യായത്തിൽ വിളിച്ചു. 1-ാം വിളിയിൽ ഞാനന്ന് പറഞ്ഞു, നിൻ്റെ ജനത്തെയെല്ലാം വിട്ട് അവിടെ വരാനാണ് പറഞ്ഞത്. പക്ഷേ അവിടെ അങ്ങനെ ചെയ്തില്ല. അബ്രഹാമിൻ്റെ മനുഷ്യസ്നേഹിയായിരുന്നു, കുടുംബസ്നേഹിയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, എല്ലാവരെയും സന്മാർഗ നിഷ്ഠയുള്ളവനായിരുന്നു, നീതിയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അപ്പനെയും എല്ലാവരെയും കൂട്ടത്തോടെ തന്നെ ഇഞ്ഞു പോയിരുന്നു. അപ്പോൾ ദൈവം വിചാരിക്കുന്ന പദ്ധതിക്ക് പറ്റുകയില്ല. കാരണം എല്ലാവരും കൂടെ ആകുമ്പോൾ അതിന് പറ്റുകയില്ല. ദൈവത്തെ അനുസരിച്ച് പറഞ്ഞാൽ കേൾക്കുന്ന ആ ചിട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ വേണം. അതിനു വേണ്ടിയാണ്, അതിന് മനസ്സുള്ള ഒരാളാണ്. അതിനാണ് അബ്രാഹത്തെ നോക്കി. അപ്പോൾ അബ്രാഹത്തിനെ ഒറ്റയ്ക്ക് കിട്ടുന്നിടം വരെ ദൈവം കാത്തിരുന്നു. ദൈവം അല്ലാതെ അവരെ ദ്രോഹിച്ചില്ല, അങ്ങനെ ബലമാറ്റാക്കി തീർത്തില്ല. അങ്ങനെ വന്നപ്പോൾ തേരാഹ് അപ്പൻ അവിടെ വെച്ച് മരിക്കുന്നു. അവർ ഹാരാനിലെത്തി വാസം ഉറപ്പിച്ചു. അവിടെ വെച്ച് തേരാഹ് മരിക്കുന്നു, ഹാരാനിൽ വെച്ച് മൃതി അടഞ്ഞു. അപ്പോൾ അടുത്ത 12-ൽ വരുമ്പോൾ അപ്പോൾ ഏതാണ്ട് 7 വർഷം ദൈവം മിണ്ടിയില്ല. പിന്നെ ദൈവത്തിന് പറഞ്ഞായിട്ടൊന്നും കാണുന്നില്ല അബ്രഹാമായിട്ട്. കാരണം ആ കുടുംബ ബന്ധം ഒറ്റയ്ക്കാണ് വിളിച്ചത് എന്ന് പറഞ്ഞാൽ അബ്രഹാമും ഭാര്യയും മാത്രം വരണം. അപ്പോൾ മക്കളില്ലായിരുന്നു, ഭാര്യബന്ധിയായിരുന്നു. അപ്പോൾ കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു. ഇപ്പോഴും അബ്രാഹം ആയിട്ടില്ല, അബ്രാമാണ്. അപ്പോൾ അത് നമുക്ക് 2 അധ്യായങ്ങളോട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും, ആ പേര് മാറിയത്. അപ്പം കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും. അപ്പം ഇവിടെ വാഗ്ദാനങ്ങൾ ദൈവം ഇവിടെ അബ്രാഹാമിന് കൊടുക്കുന്നു. കണ്ട് 3 വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്. നിന്നെ ഞാൻ ഒരു ജനതയാക്കും, 2 നിനക്കൊരു രാജ്യം തരും, നീ മുഖേന ലോകത്തെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ 3 അനുഗ്രഹങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ എവിടെ ചെല്ലുന്നുവോ അവിടെ അനുഗ്രഹമായിരിക്കും. നിൻ്റെ സന്തതിയും അങ്ങനെ ചെല്ലുന്നിടത്ത് അനുഗ്രഹമാകും. നിൻ്റെ തലമുറകളും ഇത് ആവർത്തിക്കും എന്നുള്ളത് നമുക്ക് പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് അവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, വിളിക്കുന്നു. അബ്രഹാം അത് കേട്ടു. എന്നിട്ട് പറയുന്നത്, അത് മാത്രമല്ല, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും.
നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. എല്ലാ വംശങ്ങളും എല്ലാ ജനതകളും. ഇന്ന് ഇപ്പോൾ നമുക്കത് ഉണ്ടായി. അപ്പോൾ ആദ്യത്തേത് നിന്നെ ഒരു ജനതയാക്കും. അത് സീനായി ഉടമ്പടിയിലോട് വഴി നമ്മൾക്ക് അത് കാണാം നിറവേറിയതായിട്ട്. അതാണ് ഇസ്രായേൽ ജനത ഒരു ജനതയായിട്ട്. ഇനി പിന്നെ രണ്ടാമത്തേത് ജോഷുവയിൽ കൂടി നിറവേറി. ജോഷുവ എന്ന സൈന്യാധിപനിൽ കൂടി യഹോവ അത് ദൈവം നിറവേറ്റി നിനക്ക് രാജ്യം നൽകി. ഈ പ്രദേശങ്ങൾ മുഴുവനും നിനക്ക് നൽകും. മൂന്നാമത്തേത് നമ്മൾ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനും ആയ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്നാണ്. അങ്ങനെ സർവ്വജനതകൾക്കുമുള്ള ഒരു സദ്വാർത്തയാണ് അത് ദൈവമായിട്ട് അവിടെ ലൂക്കയുടെ സുവിശേഷകനും അവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അപ്പോൾ സർവ്വജനതകളും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ന് ക്രിസ്തു മതത്തിലേക്ക് വരുന്നതിന് എല്ലാ ജനതകൾക്കും സ്വാതന്ത്ര്യമാണ്. എല്ലാവർക്കും വരാം, എല്ലാവർക്കും ദൈവത്തെ അറിയാം, സ്നേഹിക്കാം, സേവിക്കാം, ആരാധിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും അതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ 3 വാഗ്ദാനങ്ങൾ ഇവിടെ വാഗ്ദാനങ്ങൾ നൽകുന്നത് അപ്പം അവിടെ നിറവേറി. ഇവിടെ ഈ 12ാം അധ്യായത്തിൽ 2 വാഗ്ദാനങ്ങൾ ഇവിടെ ദൈവം കൊടുക്കുന്നുണ്ട് അബ്രഹാത്തിന്. അങ്ങനെ അബ്രാഹാം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് പുറപ്പെട്ട് ലോത്തിനെ കൂടെ കൂട്ടി. സഹോദരൻ്റെ പുത്രൻ ആരുമില്ലെന്ന് ഉള്ളവരണ്ട എന്ന് വെച്ചാൽ അവരെയും കൂട്ടി അവൻ്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞ് അപ്പോഴേ അബ്രാഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാഹാം ഭാര്യ സാറായിയെയും, അപ്പോൾ സാറായല്ല സാറായിയാണ്, അബ്രാഹാമല്ല, സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ അബ്രഹാം സഞ്ചരിച്ച് മോറയുടെ ഓക്കുമരം വരെ എത്തി. കാനാൻ ദേശമാണ്, അതിന് തൊട്ടടുത്താണ്. അവിടെ ഷെക്കമിൽ മോറയുടെ ഓക്കുമരം, ഇത് നമുക്ക് പിന്നെയും കാണുന്നുണ്ട്. മോറയുടെ ഓക്കുമരം അതൊരു പോയിൻ്റാണ്. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാഹാമിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു. അപ്പോൾ ഈ രണ്ടാം പ്രാവശ്യം വീണ്ടും പറയുന്നു ഒരു വാഗ്ദാനം, രണ്ടാമത്തെ വാഗ്ദാനം, ഈ നാട് നിൻ്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. അപ്പോൾ ഇവിടെ ഈ 12ാം അധ്യായത്തിൽ 2 ബലികളും അവിടെ അബ്രഹാം അവിടെ അർപ്പിക്കുന്നു. അബ്രഹാം 2 ബലിയും അർപ്പിക്കുന്നു. ഇതുവരെ പല ദൈവങ്ങൾക്കായിട്ടാണ് അർപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഏക ദൈവത്തെ മനസ്സിലാക്കി അവിടെ ബലിയർപ്പിക്കുന്നു. അപ്പോൾ അവിടെ ബലിപീഠം പണിഞ്ഞു. അവിടെ ബലിപീഠം പണിയുന്നതിനാണ് ബലിപീഠം പണിഞ്ഞ് ബലിയർപ്പിച്ചു. അപ്പോൾ ഇനി 8ാം വാക്യം 8ാം വാക്യത്തിൽ കാണാം. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം അടിച്ചു. അവിടെയും ഒരു ബലിപീഠം പണിതു. കർത്താവിൻ്റെ നാമം വിളിച്ചു, ഏകദൈവത്തെ അവിടെ വിളിച്ചു എന്ന് തെളിച്ച് പറയുകയാണ്. അപ്പോൾ അതിനു മുൻപേ കർത്താവ് പ്രത്യക്ഷപ്പെട്ടെടുത്ത് ഓക്കുമരത്തിൻ്റെ അടുത്ത് അവിടെ ബലിപീഠം പണിഞ്ഞു. അവിടെയും ബലി അർപ്പിച്ചിരിക്കണം. അപ്പോൾ അവിടെ എന്നിട്ട് അബ്രഹാം നെഗബിന് നേരെ യാത്ര തുടർന്നു. ഇനിയാണ് വലിയ സംഭവകരമായിട്ടുള്ള കാര്യങ്ങൾ, ചരിത്രത്തിൻ്റെ ഒരു വഴിത്തിരിവും ഇവിടെ കാണാം. അബ്രഹാം ഈജിപ്തിൽ 10 മുതലുള്ള വാക്യം 10 മുതൽ
20 വരെയുള്ള വാക്യങ്ങൾ, 11 വാക്യങ്ങളായിട്ട് കാണുന്നത്. അബ്രഹാം ദൈവം പറഞ്ഞ വഴിയിലൂടെയല്ല, സ്വന്തം ബുദ്ധി പലപ്പോഴും ഉപയോഗിക്കും. നമ്മളെപ്പോലൊക്കെയാണ്. ദൈവത്തിന് ഒരു പദ്ധതി നമ്മളെക്കുറിച്ചുണ്ട്. കർത്താവ് പറയുന്നില്ലേ, ഇതിനെക്കുറിച്ച് ഒരു പദ്ധതി എനിക്ക് ഉണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ദോഷത്തിനൊന്നുമല്ല, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ അബ്രഹാം ചിലപ്പോൾ സ്വന്തം ബുദ്ധി അങ്ങ് ഉപയോഗിക്കും, നമ്മളുടെ കൂട്ട് തന്നെ. ഇപ്പോഴും നമ്മൾ നോയമ്പൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകമെന്ന് നമ്മൾ പറയും. അതാണ് വിവേകം കാണിക്കുന്നത്. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയം, ദൈവത്തിൻ്റെ ആ ആശ്രയം കുറച്ച് നേരത്തേക്ക് വിട്ട് അങ്ങ് നിൽക്കാം. കാരണം അതിനൊരു രസം തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോഴൊക്കെ ഒരു രസമുണ്ട്, ഒരു വല്ലാത്ത ഒരു സന്തോഷവും തൃപ്തിയും ഒക്കെ തോന്നും. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഈ അബ്രഹാം ഒരു സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചതാണ് ഈജിപ്തിലേക്കുള്ള യാത്ര. ഈ ഈജിപ്ത് യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഈജിപ്തിൽ ചെന്നും അവിടെ ഇല്ലാത്ത പൊല്ലാപ്പുകളൊക്കെ ഉണ്ടായി. അത് ഇന്നും നമ്മൾ മനുഷ്യവർഗം അനുഭവിക്കുകയാണ്. ആ പൊല്ലാപ്പുകളുടെയൊക്കെ ഫലം ഇന്നും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അബ്രഹാമിനെ, നമ്മുടെ മുതുമുത്തച്ഛനായ, നമ്മുടെ ഗോത്ര തലവനായ അബ്രഹാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും ഇന്ന് അങ്ങനെ തന്നെയാണ്. ആരായാലും അങ്ങനെയൊക്കെ ആയിപ്പോകും. അപ്പം അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ വിശദമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മളും ഇന്ന് അബ്രഹാമിനേക്കാളും വലിയ കഷ്ടമായിട്ടാണ് ദൈവത്തെ നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മറന്നിട്ടല്ല, അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആയിരിക്കത്തില്ലയോ ശരി, ഇതല്ലയോ നല്ലത് എന്ന് നോക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത്. നോയമ്പൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പ്രാവശ്യം ഇനിയുമുണ്ട് നോയമ്പുകൾ. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തയില്ല. അപ്പോൾ പ്രാർത്ഥന മതി, ദൈവം നോക്കിക്കൊള്ളും. ഈ അബ്രഹാം പലപ്പോഴും ചിന്തിച്ചത് പലപ്പോഴും ഈ തെറ്റ് പറ്റിയപ്പോഴും എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് ദൈവം ക്ഷമിക്കും, ദൈവം എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേറെ വഴി കാണിച്ചു തരും എന്നതാണ്. നമ്മളെല്ലാവരും അങ്ങനല്ലേ? ഈ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സത്യവിശ്വാസി ആയതുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കും, എന്നെ വഴി നടത്തും. എനിക്ക് ഇനി ഇതിൽ നിന്നെല്ലാം മാറാനുള്ള, എനിക്ക് നന്മയായിട്ട് മാറ്റാനുള്ള വഴിയും പദ്ധതിയെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് കർത്താവിനെ ആശ്രയിക്കുന്നത്? അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിന് നിന്നോണം. നമ്മൾക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തിന് നിൽക്കാൻ പ്രയാസമാണ്, സാധിക്കത്തില്ല. ഇന്ന് നമ്മളെ ഭരിക്കുന്ന വലിയ ഒരു തിന്മയാണ് അത്, വിശ്വാസി സമൂഹത്തെയല്ല. അതുകൊണ്ട് നമ്മൾ അത് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും ശ്രമിക്കണം. അബ്രഹാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അബ്രഹാമിന് അന്ന് മറ്റൊന്നും അറിഞ്ഞുകൂടായിരുന്നു, അങ്ങനെയുള്ള ഒരാൾ വിഗ്രഹാരാധകനായ ഒരാളായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ അങ്ങനെയല്ല, ജനിച്ചത് തന്നെ ദൈവത്തിൻ്റെ സമൂഹത്തിലാണ് ജനിച്ചത്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് നമ്മൾ വളർന്നത്. നമ്മുടെ മാതാപിതാക്കളുമൊക്കെ നമ്മളെ വളർത്തിയതും അവരും അങ്ങനെയായിരുന്നു. ആ പാരമ്പര്യത്തിൽ വളരുന്ന നമ്മൾ ഇത്രത്തോളം ഒക്കെ ഇപ്പോൾ മാറുന്നുവെങ്കിൽ, ദൈവത്തിൽ നിന്ന് മാറി നടക്കുന്നുവെങ്കിൽ അന്നത്തെ കാര്യം പറയണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഉപസംഹരിക്കാം. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ.